വാർത്ത. കരൂർ ദുരന്തം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് തമിഴ്നാട് സർക്കാർ. അഡീഷണൽ SP പ്രേമാനന്ദനാണ് അന്വേഷണ ചുമതല. അതേസമയം ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 41 വേലുച്ചാമിപുരം സ്വദേശി സുഗുണയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് TVK നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ദുരന്തത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് TVK വാദം. ഇതിനിടെ ദുരന്തത്തിന് ശേഷം ഇതാദ്യമായി വിജയ് വീടിന് പുറത്തിറങ്ങി. ദൃശ്യങ്ങൾ. വിജയ് കൊലയാളിയെന്നും അറസ്റ്റ് ചെയ്യണമെന്നും കരൂരിലും നാമക്കലിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വിജയ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ച് ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചു എന്ന വാർത്തയും അതിനിടെ വന്നു. ദുരന്തത്തിന് ഇരയായവരെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് സന്ദർശിക്കും. മുഹമ്മദ് റഹീസ്, ഒപ്പം തന്നെ ശ്രീജിത്ത് ശ്രീകുമാരൻ, സൂരജ് സജി എന്നിവർ വിശദാംശങ്ങളുമായുണ്ട്. ആദ്യം മുഹമ്മദ് റഹീസിലേക്കാണ്. റഹീസ്, ഇതിൽ ഇന്നിപ്പോൾ കോടതിയിലേക്ക് ഈ കാര്യം വരികയാണ്. കോടതി എന്താണ് പറയാൻ പോകുന്നത്? TVKക്കെതിരെ വിജയിനെതിരെയൊക്കെ പരാമർശമുണ്ടാകുമോ എന്നതൊക്കെയുള്ളത് വളരെ നിർണായകമാണ്. ഉച്ചയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇത് പരിഗണിക്കുന്നത് കോടതിയല്ലേ? എന്തൊക്കെയാണ് പരിഗണിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ കോടതി? അനുജ, ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത് വിജയ് വീടിന് പുറത്തേക്ക് പോയതാണ്. വിജയ് വീടിന് പുറത്തേക്ക് പോയി അദ്ദേഹം മറ്റെവിടേക്കോ പോയിരിക്കുന്നു. അത് കഴിഞ്ഞ ഇന്നലെ ഒരു ദിവസം മുഴുവൻ വിജയ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം പുറത്തേക്ക് പോയത് എങ്ങോട്ടേക്കാണ് എന്നുള്ളത് പ്രധാനമായിരിക്കും. കാരണം അദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക്, പട്ടണംഭാഗത്തെ പാർട്ടി ഓഫീസിലേക്ക് പോകുന്നു എന്നൊരു വിവരമുണ്ട്. അതല്ല മറിച്ച് അദ്ദേഹം എയർപോർട്ടിലേക്ക് പോവുകയാണ്. മറ്റൊരു സ്ഥലത്തേക്ക്, ഏതെങ്കിലും ഒരു ഇടത്തേക്ക് പോകാൻ സൂചന ആണ് സാധ്യത എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. അതിനുമപ്പുറം കരൂരിലേക്ക് വിജയ് പോകുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. പോലീസ് നേരത്തെ അനുമതി നൽകിയില്ലെന്നാണ് TVK വൃത്തങ്ങൾ പറയുന്നത്. അതിനപ്പുറത്തേക്ക് പോലീസ് അതിനെ സ്ഥിരീകരിച്ച് പറയുന്നുമില്ല വിജയ് അനുമതി തേടിയെന്ന്. അപ്പോൾ വിജയ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാകും. ഈ ഒരു അപകടത്തിന് ശേഷം ആദ്യമായിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് എങ്ങോട്ടേക്കായിരിക്കും എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ വിജയ് എങ്ങോട്ടേക്കോ പോകുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഈ നിമിഷം ഏറ്റവും പ്രധാനം. അത് എവിടേക്കാണ് എന്നുള്ളതും. മറിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ കോടതി കേസ് പരിഗണിക്കാനിരിക്കുന്നത് 2:15-നാണെന്നാണ് വിജയുടെ അഭിഭാഷകൻ അറിയിച്ചത്. ഇന്നലെ വിജയുടെ അഭിഭാഷകൻ അറിയിച്ചത് പ്രകാരമാണ് 2:15-ന് കോടതി ഈ കേസ് പരിഗണിക്കും എന്ന് പറയുന്നത്. അത് മധുരൈ ബെഞ്ചാണ്, മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിൻ്റെ അവധിക്കാല ബെഞ്ച് കൂടിയാണ്. ഈ ദസറ അവധിയൊക്കെയാണ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അവധിക്കാല ബെഞ്ചാണ്. അപ്പോൾ അത് ഇന്ന് 2:15-ന് പരിഗണിക്കും എന്നാണ് വിജയുടെ അഭിഭാഷകർ ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരവും. പക്ഷേ വിജയുടെ അഭിഭാഷകൻ ഇവിടെ നിന്ന് കോടതിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളൊരു വിവരമുണ്ട്. അദ്ദേഹം അത് നേരിട്ടെത്തേണ്ട കാര്യവുമില്ല, അങ്ങനെ ഒരു നിർബന്ധവുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.